ഹായ് നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ കുട്ടനാടൻ കുടംപുളിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് കുടംപുളി ഇപ്പോൾ കുട്ടനാട്ടിൽ മീൻകറി ഉണ്ടാക്കുന്നത്, മീൻകറിക്ക് നമ്മൾ പ്രധാനമായിട്ടും വെക്കുന്ന കുടംപുളി ഉപയോഗിച്ചാണ് മീൻകറി വെക്കുന്നത്. നമ്മൾ പല അസുഖങ്ങൾക്കും നല്ലതാണ് ഈ കുടംപുളി ഉപയോഗിച്ചുള്ള മീൻകറി. ഇതാണ് കുടംപുളി കായ്ക്കുന്ന മരം. കുട്ടനാട്ടിൽ സുലഭമായിട്ട് വളർന്നതാണ് ഈ ബ്ലാക്ക് ടമറിൻ്റെ എന്ന് പറയുന്ന കുടംപുളി, അല്ലെങ്കിൽ തോട്ടുപുളി എന്ന് പറയും. ഞാൻ ഒരു മരത്തിൽ നിന്ന് ഫ്രഷായിട്ടൊരു കുടംപുളി പറിക്കുകയാണ്. കുറച്ചൊന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മൾ ആദ്യം ഈ പഴുത്ത പുളി എടുത്തിട്ട് ഇതിൻ്റെ കുരു കളയും. കുരു കളഞ്ഞ് കഴിഞ്ഞ് ഫ്രഷായിട്ട് എടുക്കുക. പിന്നെ ഒരുപാട് പാകമായ പുളികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് ഒരു ബക്കറ്റ് പുളി കിട്ടിയ താഴെ കിടന്ന പുളി പറക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. നമുക്കത് പതി ഉടച്ചിട്ട് കഴുകുന്ന അങ്ങനെ നോക്കാം. ഇത് കുരു കളയുക. കുരു കളഞ്ഞിട്ട് പിന്നെ ഓരോ പുളി ഉടച്ച് പുളി കുരു കുത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് വാഷ് ചെയ്യാൻ പോകണം. ഒന്ന് കഴുകി ഓരോന്നിടാം. ഒരു തൊട്ടി പുളി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു തൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവാണ്. ഓരോന്ന് ആയി കമത്തി വെക്കുക. കുടഞ്ഞിട്ടിട്ട് നോക്കുക, കമത്തി വെച്ച് ഏകദേശം എല്ലാം ഇന്നത്തെ പുളി കിട്ടിയെല്ലാം കമത്തി വെച്ച് കഴിഞ്ഞു. കാരണം നമ്മൾ പുളി പോയിക്കുന്ന അടുപ്പ് ചെറിയ അടുപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്ന തൊണ്ടും ചിരട്ടയും ഒക്കെ വെച്ചാണ് ഇതിന് പോയിക്കുന്നത്. പോയിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയാണ് പോയിക്കുന്നത്. ഒന്ന്
പിടിക്കാൻ വേണ്ടി രണ്ടൊരു ചൂട്ട് അതിനകത്ത് വെക്കാം. ചൂട്ട് വെച്ച് പിടിക്കും. പുക വരുന്നുണ്ടല്ലോ അല്ലേ. രണ്ട് പേപ്പറും കൂടെ വെച്ചേക്കാം അതിൻ്റെ പുറത്ത്. ഇപ്പം നല്ല പുകയുന്നുണ്ട്. പുറത്തോട്ടൊരു ഇത് വെക്കാം. തൊണ്ടൂടെ വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ച് ഉണക്കി പുക കൊള്ളിച്ച് അവസാനം പുളി തള്ളി ഇതേ രൂപത്തിരിക്കും. നല്ല കറുത്തിരിക്കും കണ്ടോ. അതാണ് നമ്മൾ ബ്ലാക്ക് ടമറിൻഡ് എന്ന് പറയുന്നത്. കുട്ടനാടൻ പുളിയാണിത്. ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ കുട്ടനാടൻ മീൻകറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. നല്ല ബ്ലാക്ക് ടമറിൻഡ്. മാർക്കറ്റിൽ നല്ല വിലയാണ്. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അതാണോ മരത്തെ കിടന്ന പുളിയാണ്. പഴുത്ത് കിടന്ന പുളി അവസാനം നല്ല ഈ നിറത്തിലെത്തിയുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.